Hi everyone, welcome to Trips and Treats. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. രാവിലെ ഹസ്ബൻഡ് ഓഫീസിലെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷമാണ് കേട്ടോ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ UAE-യിൽ സമ്മർ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ കണ്ടില്ലേ, നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്, നല്ല ചൂടാണ്. ഇപ്പോൾ ഇവിടെ വെക്കേഷൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ ലേറ്റായിട്ടാണ് എണീക്കാറ്. അപ്പോൾ നല്ല ഉറക്കത്തിലാണ് രണ്ടാളും. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവർ എണീറ്റതിന് ശേഷം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയൊക്കെയാണ്. അപ്പോൾ അത് അവർ എണീറ്റതിന് ശേഷം ചൂട്ടോടെ കഴിക്കാനല്ലേ നല്ലത് വിചാരിച്ചിട്ട് അപ്പോഴേ ഉണ്ടാക്കുള്ളൂ. ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു പ്ലാൻ കോർണർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് പകുതി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ കാണിച്ച ആ ഒരു പോർഷൻ കുറച്ചിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് തക്കാളിപ്പെട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ തക്കാളിയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചാൽ മതി. അത് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളയാണ് ചെയ്യുക. അപ്പോൾ നമുക്കാവുമ്പോൾ അത് വീട്ടിൽ കൊടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മിനുക്കി എടുത്തിട്ട് പ്ലാൻ കോൺട്രായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ പൊടിയൊക്കെ കളഞ്ഞിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ക്ലിയർ വാർണിഷ്, സിന്തറ്റിക് ക്ലിയർ വാർണിഷാണ് അടിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കെന്തോ പെയിൻറ്റ് അടിക്കാൻ തോന്നിയില്ല. അതിന് പകരം എനിക്ക് ഈ ഒരു വുഡിൻ്റെ ഈ ഒരു ഫിനിഷുള്ള ഒരു ലുക്ക് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലിയർ വാർണിഷാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ലുക്കും കിട്ടും. മാത്രമല്ല ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യും ചെയ്യും കേട്ടോ. പെട്ടെന്നൊന്നും നാശമാവുകയില്ല. അപ്പോൾ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുത്താൽ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുന്നത്. നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കോട്ട് വരെ അടിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ 3 ബോക്സാണുള്ളത്. അപ്പോൾ ഞാൻ 3ലും ക്ലിയർ വാർണിഷൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഉണങ്ങി വരണം. അപ്പോൾ അതിനായിട്ട് ഏതാണ്ട് 5-6 മണിക്കൂർ വരെ എടുക്കും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ലഞ്ചിന് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ജിത്തു എണീറ്റ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിത്തുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കൂട്ടത്തിൽ ചായ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ജിത്തുവിനുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിത്തുവിനാണെങ്കിൽ ദോശയുടെ കൂടെ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ചട്നി വലിയ ഇഷ്ടമല്ല. അങ്ങനെ ജിത്തുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇന്നും കൂടെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടെ ഉള്ളത് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കൾക്ക് കൊടുത്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്ലാൻ കോർണർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മക്കളൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ എനിക്ക് പണിയാവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്ന് അത് സെറ്റാക്കി എടുക്കുകയാണ്. ഞാൻ ഈ TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാൻ കോർണർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ അവിടെ ട്രെഡ്മില്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബോക്സൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു കോട്ടയെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടിയത്. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ താഴെ 2 ബോക്സ്, അതിന് മേലെ മുകളിലായിട്ട് ഒരു ബോക്സ്, അങ്ങനെ ഒരു ഇതിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാൻ കോർണർ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ലഞ്ചിനുള്ള പണി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറാണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള പരിപ്പ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പകുതി സവാളയും 2-3 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം.
ഇനി സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഈ പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഈ കൂട്ടത്തിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. പൊടികൾ വറുത്തിട്ട് നമ്മൾ സാമ്പാറിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വറുത്ത് വെച്ച പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു പുളിവെള്ളം കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. വെണ്ടക്കൊക്കെ വേവ് കുറവാണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ടൈം നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി അടച്ചു മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കും കേട്ടോ. കാരണം പിറ്റേ ദിവസം ആകുമ്പോൾ സാമ്പാർ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സൂപ്പർ ഈസി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ സാമ്പാറിന് വറവിട്ടെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഉലുവയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ താളിച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബ്രോക്കോളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലും ആയിട്ട് ഇട്ട് വെച്ചതാണ്. ബ്രോക്കോളി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ബ്രോക്കോളിയും ഒരു പകുതി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലുള്ള വെള്ളം ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, നമ്മൾ ഉണക്കമുളക് പൊടിച്ചത്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ ഇടുമ്പോൾ നല്ലപോലെ തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ 2 സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മുട്ടയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരന്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പോകും. നല്ലൊരു കോമ്പിനേഷനാണ്. വേറെ ഒരു കറി ഒന്നും വേണ്ട, അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഒന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ മുട്ട ഒഴിവാക്കാം കേട്ടോ. തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ചധികം, എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. ചോറും അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാവും. പച്ചരിച്ചോറാണ്. അപ്പോൾ ഇപ്പോൾ പ്ലാറ്റ് കോർണറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ലിവിങ് റൂം ഇരിക്കുന്നത്. പിന്നെ ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ റൂമും ഹോളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോയി. അതിനുശേഷം ഫ്രഷായി വന്നതിന് ശേഷമാണ് പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിഷ് ഫ്രൈ ചെയ്ത് പിന്നെ അങ്ങനെ ചോറ് കഴിക്കുകയാണ് ചെയ്തത്. പപ്പടം ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ നിന്നത്. കാരണം മോന് മീൻ കഴിക്കില്ല. അപ്പോൾ മോനക്കാണ് പപ്പടം കൊടുക്കുന്നത്. മോനക്ക് സാമ്പാറും നല്ല മാങ്ങച്ചാറാണ് കേട്ടോ. മാങ്ങച്ചാർ നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ കൊടുത്തയച്ചതാണ്. നമ്മുടെ ബ്രോക്കോളി തോരനും പപ്പടമാണ് മോൻ്റെ ലഞ്ച്. പിന്നെ ഞാനും മോളാണ് കേട്ടോ മീനിൻ്റെ ആൾക്കാർ. എനിക്കും മോൾക്കുമാണ് മീൻ ഇവിടെ ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഇഷ്ടമാണ്.
ഹസ്ബൻഡ് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ മോൾക്ക് ചോറ് വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ കഴിക്കുകയാണ് ചെയ്യാറ്. കണ്ടോ പുറത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടുണ്ട് ഇപ്പം. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒതുക്കി അതുപോലെ തന്നെ കിച്ചണും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം പിന്നെ മൊബൈലൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ചെയ്യുക. വൈകുന്നേരം ആയപ്പോൾ മക്കൾക്ക് ചായ ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ, സ്നാക്സ് എന്തെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് പഴം വാട്ടിക്കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ കായ് വാട്ടി എന്നൊക്കെ പറയും. അപ്പോൾ പഴം ഒന്ന് വാട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ മോൾക്ക് ദോശ മതി എന്ന് പറഞ്ഞിട്ട് മോൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ അടുത്ത് തന്നെ പാർക്കുണ്ട്. അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ വല്ലാതൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്നും ആർക്കും കടക്കാൻ പറ്റില്ല. ജിത്തുവിൻ്റെ സൈക്കിളിലാണെങ്കിൽ എയർ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്നുവിൻ്റെ സ്കൂട്ടർ കാറിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ജസ്റ്റ് 2 റൗണ്ട് നടന്നിട്ട് അങ്ങനെ റൂമിലോട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഡിന്നറിന് ചോറും സാമ്പാറും തോരനൊക്കെ ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. നമ്മുടെ ലിവിങ് റൂം മേക്ക് ഓവർ ഇഷ്ടമായോ എന്നുള്ളത് പ്രത്യേകം പറയാൻ ആരും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.